എല്ലാവർക്കും നമസ്കാരം. 2 ഹോളിഡേ ഡേയ്സിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്നത്. LSSുമായി ബന്ധപ്പെട്ടത് ആന്റണിംസ്, സിനോണിംസ് എന്നിവ നൽകിയിട്ടുണ്ട്. അവ വായിച്ചു നോക്കി ഉചിതമായ രീതിയിൽ ആൻസർ ചെയ്യുക. ഇത് നമ്മുടെ സെറ്റ് 3 ആണ്. ആദ്യ സെറ്റ് പേജ് നമ്പർ 9, രണ്ടാമത്തേത് 10, മൂന്നാമത്തേത് ഇതാണ് പേജ് നമ്പർ 11. 11ലെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. മുൻ സെറ്റുകൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അവൈലബിൾ ആണ്. ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, ആന്റണിം എഴുതുക. ആന്റണിം എന്ന് വാക്കിന്റെ അർത്ഥം ഓപ്പോസിറ്റ് വേർഡാണ്. നമ്മൾ സ്ഥിരം പറയുന്നു. ഇനി തൊട്ട് നമ്മൾ ആന്റണിം ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു പോവുക മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എൽഡർ, ദിൽന ഇസ് ദ എൽഡർ വൺ. ഐസക് വാസ് യങ്. എൽഡർ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് യങ് ആണ്. മൂത്തതും ഇളയതും, മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും. ഓക്കെ, എൽഡർ ആൻഡ് യങ്. കാം, ദിൽന റിമൈൻഡ് കാം ഡ്യൂറിംഗ് ദ ഇൻസിഡന്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐസക് വാസ് അപ്സെറ്റ്. ഓർ ഇവിടെ എക്സൈറ്റഡ് എന്ന വാക്ക് ആ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്സെറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റും. കാമിന്റെ ഓപ്പോസിറ്റ് എക്സൈറ്റഡ്, അപ്സെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. റിമെമ്പേർഡ് ഓർക്കുക, ഫോർഗറ്റ് മറക്കുക. സ്കെയർഡ് പേടിച്ചു, സ്കെയർഡ്. ബ്രേവ് എന്നുള്ള വാക്കാണ്. സിനോണിംസ് എന്ന് വെച്ചാൽ സെയിം മീനിങ് ആണ്. ആ വാക്കിന് അതേ അർത്ഥം തന്നെയായിരിക്കും. ഇപ്പം ബ്രേവ് എന്ന് വെച്ചാലും ധൈര്യമാണ്, കറേജ് എന്ന് വെച്ചാലും ധൈര്യമാണ്. ഗെയിം എന്ന് വെച്ചാൽ കളികൾ, ആക്ടിവിറ്റി, പ്രവർത്തനങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. സഡൻലി, ക്വിക്ലി, ഓർ അറ്റ് വൺസ് തുടങ്ങിയ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ എമർജൻസി എന്നുള്ള വാക്ക് നോക്കിയേക്ക് ഇത് ഒരു പക്ഷേ സ്ക്രാമ്പിൾഡ് ലെറ്റേഴ്സ് നൽകിയിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാവുന്നതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് പ്രപ്പോസിഷൻ മറ്റൊരു ഭാഗം തരുന്നു. പ്രപ്പോസിഷൻസ് നോക്കി എഴുതാൻ വേണ്ടിയാണ്. ഒന്ന് വായിച്ചു നോക്കുക. അനുയോജ്യമായിട്ടുള്ള പ്രപ്പോസിഷൻസ് ഏതാണ് എന്ന് ആലോചിച്ച് നോക്കുക. എല്ലാം എടുത്തെവിടെയെങ്കിലും എഴുതി കംപ്ലീറ്റ് ചെയ്യാനല്ല, ഈ പ്രപ്പോസിഷൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഫോർ എന്ന് വെച്ചാൽ വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ വരാറുണ്ട് പൊതുവെ. വിത്ത് കൂടെ എന്നുള്ള അർത്ഥത്തിൽ വരാറുണ്ട്. ഇൻ അകത്ത്, ഓൺ മുകളിൽ, അറ്റ് സമയത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ പ്രപ്പോസിഷൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള യൂസുകളുണ്ട്. ആ യൂസുകൾ മനസ്സിലാക്കുക. അതല്ല എങ്കിൽ വായിക്കുമ്പോൾ എവിടെയാണ് ഉചിതമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യുക. പുസ്തകം കൂടെ ഒന്ന് റെഫർ ചെയ്യുക. അപ്പൊ നമ്മൾ 2-3 തവണ വായിക്കും. അതിനുവേണ്ടിയാണ് ഇത് ഇങ്ങനെ ഓരോ പേജിൽ നിന്നും ചോദ്യങ്ങൾ തയ്യാറാക്കി നൽകുന്നത്. അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. സ്ക്രാമ്പിൾഡ് വേർഡ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. അൺസ്ക്രാമ്പിള് ചെയ്യുക, കണ്ടെത്തുക, വാക്ക് കണ്ടെത്തുക. കുറെ നാള് തരത്തിലുള്ള വാക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൺസെപ്റ്റ് കിട്ടും ഏതാണ് വാക്ക്, അല്ലെങ്കിൽ തപ്പിപ്പോവും. അതിനേക്കാളും നല്ലത് റെഗുലറായിട്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്കത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു വാക്ക് കാണുമ്പോൾ പെട്ടെന്ന് കണ്ടെത്താം, ഫാമിലി എന്നുള്ളതാണ്. ബാക്കി സ്പെല്ലിംഗ് ഒന്ന് എഴുതി നോക്കുക. എഴുതി നോക്കുന്നതിനനുസരിച്ച് കിട്ടും. റീഅറേഞ്ച് ദി വേർഡ്സ് ടു മേക്ക് കറക്റ്റ് സെന്റൻസ്. ഇതും LSS ടൈപ്പിലുള്ള ചോദ്യമാണ്. പ്രീവിയസ് 2022-2023 ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ മാതൃകയിലുള്ള ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. പാസേജ് കോംപ്രിഹെൻഷൻ ഉണ്ട്. നമ്മൾ ഒരു വരി മാത്രമേ, കാരണം ഈ ഒരു വരി മാത്രം തരുന്നതിന്റെ കാരണം നമ്മൾ ഒരു പേജിൽ നിന്നാണ് ഒരു ഭാഗം എടുക്കുന്നത്. അപ്പൊ അതിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു ചെറിയ ഭാഗം. വാട്ട് ഡിഡ് ദിൽന റിയലൈസ്? ദിൽന എന്താണ് മനസ്സിലാക്കിയത്? ദിൽന റിയലൈസ്ഡ് ദാറ്റ് ദിസ് വാസ് നോട്ട് എ ഗെയിം എനിമോർ. ഈ ഒരു രീതിയിൽ സെന്റൻസ് ആയിട്ട് എഴുതാൻ സാധിക്കണം. വാട്ട് ആക്ഷൻ ഡിഡ് ഷീ ഡിസൈഡ് ടു ടേക്ക്? ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ പാസേജിൽ നിന്നല്ല കിട്ടുന്നത്, അത് നമ്മളെ പാഠത്തിൽ നിന്നാണ്, ആ പേജിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ തൊട്ടടുത്ത പേജിൽ നിന്നാണ്. അവൾ എന്താണ് ഓർത്തത്? അത് ഗ്രാൻഡ് മദർ പഠിപ്പിച്ച കാര്യമാണ്. ഗെയിംസ് ആണ് ആലോചിച്ചത്. എമർജൻസി കോണ്ടാക്ട് 101 വിളിക്കാനായിരുന്നു. ആ ഒരു കാര്യം ആലോചിച്ചേക്കുക. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ 112 എന്ന് പറയുന്ന നമ്മുടെ എമർജൻസി നമ്പർ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അമേരിക്കയിൽ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ നമ്മൾ 911 പറയുന്നത് കേൾക്കാറുണ്ട്. ഇതേപോലെ 112 ആണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എമർജൻസി നമ്പർ. 101 വിളിച്ചാലും കിട്ടുകയൊക്കെ ചെയ്യും. ഈ എമർജൻസി നമ്പർ 112 അത് കൂടെ കുട്ടികളെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയത്. LSS ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് വാട്സാപ്പ് ചാനലിൽ ചേരാവുന്നതാണ്. യൂണിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസ്സുകൾ. ഒരു യൂണിറ്റിന് 29 രൂപ മാത്രമാണ് ഉള്ളത്. ഈ പറഞ്ഞ രീതിയിലുള്ള ചോദ്യ മാതൃക ഓരോ ഭാഗവും
നമ്മൾ ഒരു മാസം കൊണ്ട് അതിലെ എല്ലാ പേജുകളും കംപ്ലീറ്റ് ചെയ്യും. ഒരു മാസം ഇല്ല എങ്കിൽ 2 ആഴ്ച കൊണ്ട് തീർക്കുകയായിരിക്കും ചെയ്യുന്നത്. ക്രമേണ എല്ലാ പേജുകളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. നാളെ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.